വരൾച്ചയുടെ പിടിയിൽ നിന്നും രക്ഷ നേടാനുള്ള വയനാടിന്റെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ധനമന്ത്രി തോമസ് ഐസക് തുടക്കം കുറിച്ച ഈ പദ്ധതി. കർണാടകത്തിൽ നിന്നും വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റിനെ പ്രതിരോധിക്കാനും കൈവിട്ട ഹരിതവേലി പുനർനിർമ്മിക്കാനും പദ്ധതിയിട്ടായിരുന്നു ലോക പരിസ്ഥിതി ദിനത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കബനി നദീതീരത്ത് 20,000 മരത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആഘോഷപൂർവ്വം ഏവരും പങ്കാളികളായ പരിപാടിയിൽ ആകെ നട്ടത് 1500-ൽ താഴെ മരത്തൈകൾ മാത്രം. അന്ന് ആ ഉദ്ഘാടനത്തിന്റെ അന്ന് നട്ടതല്ലാതെ കുറെ പൈസയും ചെലവാക്കി പോയതല്ലാതെ വേറെ ഒന്നും മുമ്പോട്ട് നടന്നിട്ടില്ല. പിന്നെ ഇവിടെ കൊണ്ടുവച്ച തൈകളൊക്കെ ആരൊക്കെ എടുത്തോണ്ട് പോയി, എവിടെയാണ് എന്താണെന്നൊന്നും ഒരു വ്യക്തതയില്ല. ഇനി ഈ കാഴ്ചകൾ കാണുക. ജൂൺ 5-ന് വയനാടിന്റെ മണ്ണിൽ വേര് പിടിക്കാനെത്തിയ ഈ മരത്തൈകൾ ഇന്നും പ്ലാസ്റ്റിക് കൂടകളിൽ തന്നെ വിശ്രമിക്കുകയാണ്. വ്യക്തമായ ധാരണകളോടെയും ദീർഘവീക്ഷണത്തോടെയും നടപ്പിലാക്കിയ പദ്ധതിയാണ് തുടക്കത്തിലെ ഇങ്ങനെ താളം തെറ്റുന്നത്. ഓർമ്മമരം പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ വയനാട്ടിലെ ഈ കാഴ്ചകൾ ആരും മാതൃകയാക്കാതിരിക്കട്ടെ. വയനാട്ടിൽ നിന്നും അനീഷ് ശിവദാസ്, റിപ്പോർട്ടർ.